ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. ഇന്ന് എൻ്റെ പിറന്നാളാണ്, മാർച്ച് 14. അപ്പം ഇന്നിടുന്ന വീഡിയോ ഞാൻ തലേ ദിവസം എടുത്തതായിരുന്നു കേട്ടോ. മാർച്ച് 13 ആറ്റുകാൽ പൊങ്കാലയുടെ ഈവനിങ്ങിൻ്റെ അന്ന് എടുത്തതാണ്. ഞങ്ങൾ പുറത്തോട്ട് പോയി കേട്ടോ, ഡ്രസ്സ് എടുക്കാനാണ് പോണത്. ചേട്ടൻ്റെ വക എനിക്കൊരു സാരി ഉണ്ട് കേട്ടോ, അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് പോണതാണ്. വേറെ ആഘോഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇങ്ങനെ ഡ്രസ്സ് വാങ്ങിച്ച് തരും എല്ലാ കൊല്ലവും. കേക്കൊന്നും വാങ്ങിച്ച് അങ്ങനെ മുറിച്ചിട്ടൊന്നുമില്ല. മോൻ്റെ ഇതിന് മാത്രമേ അങ്ങനെ കേക്കൊക്കെ വാങ്ങിച്ച് മുറിക്കുകയുള്ളൂ. ഇത് പോണ വഴിയെല്ലാം അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പൊങ്കാലയുടെ ഇതൊക്കെ കുറേയൊക്കെ അങ്ങനെ തന്നെ കിടപ്പുണ്ടായിരുന്നു. ഓരോ സൈഡായിട്ട് അവർ തീർത്ത് വരെയായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഒക്കെയാണ് ഏട്ടാ ഞാൻ ഇതിൽ കാണിക്കണത്. അങ്ങനെ രാമചന്ദ്രനിലെത്തിയേ, പഴയ രാമചന്ദ്രൻ അവിടെ നിന്നാണ് ഏട്ടാ എടുക്കുന്നത്. എനിക്ക് ഇടയ്ക്ക് കഴിഞ്ഞ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് അവിടെ നിന്നൊരു സാരി എടുത്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം അന്ന് ഞാൻ ആലോചിച്ച് വെച്ചിരുന്നതാണ്, ഇനി എപ്പോഴെങ്കിലും സാരി പുറത്തുനിന്ന് വാങ്ങിക്കണമെങ്കിൽ അവിടെ നിന്ന് അതേ സെയിമിൽ മെറ്റീരിയലിൽ വേറെ കളർ വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. ആദ്യം ഈ ഒരു ഗ്രീനാണ് ഏട്ടാ എടുത്തത്. ഗ്രീന് എനിക്കിഷ്ടപ്പെട്ടേ, പക്ഷേ കുറച്ച് റേറ്റ് കൂടുതൽ. ചേട്ടന് അതാണ് ഇഷ്ടപ്പെട്ടത്, അത് ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ ഞാൻ ഇപ്പുറത്തെ ഈ ഒരു മജന്ത കളറില്ലേ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അപ്പോൾ അതും കൂടി വെച്ച് നോക്കി, അത് 2 കളറായിട്ട് വരണതാണ്. പിന്നെ ആ ഒരു പൊന്മാൻ നീല എടുത്ത് നോക്കി, അത് ഭയങ്കര കത്തി റേറ്റായിരുന്നു. നമ്മൾ ഒരു ബഡ്ജറ്റിലല്ലേ പോണത്, അപ്പോൾ അതിനകത്തുള്ളതേ ഞാൻ നോക്കുള്ളൂ കേട്ടോ. അവസാനം ഈ ഒരു സാരിയാണ് എടുത്തത്. അതിലൊരു ബ്രൗൺ കളറായിട്ട് ഇങ്ങനെ ഷെയ്ഡ് പോലെ ഉണ്ട് കേട്ടോ, 2 കളറായിട്ട്. അതിൻ്റെ ബ്ലൗസ് പീസൊക്കെ ഇതാണ് കേട്ടോ പറഞ്ഞത്, ആ മജന്ത. അങ്ങനെ അത് വാങ്ങിച്ച് പിന്നെ അത് പാക്ക് ചെയ്യണം നേരം കൊണ്ട് കണ്ണാടി ഫ്രണ്ടിലായിരുന്നു. കുറച്ച് നേരം വെയിറ്റൊന്നും ചെയ്തില്ല, ഒരുപാട് നേരമൊന്നും ഞാൻ നിന്നില്ല. ചെന്നുടനെ ഇഷ്ടപ്പെട്ട ഒരു സാധനം എടുത്ത് നമ്മളിഞ്ഞ് പോന്നു. ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തന്നെ സന്ധ്യ ആവാറൊക്കെ ആയായിരുന്നു. പിന്നെ സാരി വാങ്ങിച്ച് ബ്ലൗസിന് ലൈനിങ് എടുക്കാനായിട്ട് അവിടെ തന്നെ ഉണ്ടല്ലോ, അപ്പം മുകളിലത്തെ നിലയിൽ പോവുകയാണ് കേട്ടോ, ലിഫ്റ്റിൽ. 1 മീറ്റർ മതിയാവും. മജന്ത തന്നെ ലൈനിങ് കോട്ടനാണ് കേട്ടോ വാങ്ങിച്ചത്. ഇത് ലിഫ്റ്റിനകത്ത് കണ്ട സുന്ദരിയാണ് കേട്ടോ, ഭയങ്കര അടിപൊളിയല്ലേ. ഒരു സീരിയൽ ആക്ട്രസ് എങ്ങാണ്ടാണ് കേട്ടോ, അവരുടെ പേരൊന്നും എനിക്കറിയില്ല, ഞാൻ മറന്നുപോയി. ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ട്. വേറെ 2 സുന്ദരിമാരുണ്ട്, പക്ഷേ ഇവരത്ര ഭംഗി എനിക്ക് തോന്നില്ല, അതുകൊണ്ട് അവർ മാത്രം വീഡിയോ എടുത്തോ. അങ്ങനെ ലൈനിങ്ങും കിട്ടി കേട്ടോ. പിന്നെ ലൈനിങ്ങും വാങ്ങിച്ച് ബില്ലിട്ട് അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നേ. അത് കഴിഞ്ഞ് നേരെ നമ്മൾ പോയത് ആയിഷിന് ഒരു വാച്ച് വാങ്ങിക്കാനായിട്ടാ. ആയിഷിന് വാച്ച് വാങ്ങിച്ച് കൊടുക്കുക എന്നുള്ള സന്തോഷത്തിലാണ്. ആയിഷാണ് എൻ്റെ സാരി കവറൊക്കെ പിടിച്ചിരുന്നത്. ബില്ല് കൊടുത്ത് നേരെ ആയിഷ് വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. നേരെ ആശാന് വാച്ച് വാങ്ങിക്കാനാണ് കേട്ടോ പോണത്. മറ്റേ പത്മനാഭ സോമക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ ഫുട്പാത്തിൽ ഇങ്ങനെ കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ പ്രാവശ്യം വാങ്ങിച്ചത് ആയിഷിനൊരു വെറൈറ്റി വാച്ചാണ് കേട്ടോ. അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും എന്തെങ്കിലും ചെറിയ ഒരു ഇതുപോലത്തെ ഒരു വാച്ചാണ്. ഇത് ഇങ്ങനെ പ്രൊജക്ടർ പോലെയൊക്കെ ഉള്ളൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ലാസ്റ്റ് കാണിക്കണുണ്ട്. അതിലിങ്ങനെ കാറിൻ്റെയൊക്കെ പടമാണ് കേട്ടോ, അത് ഇരുട്ടത്തേ കാണാൻ പറ്റുള്ളൂ. അവിടെ വെച്ച് വാങ്ങിച്ചപ്പോഴത്തെ ഇതാണ് സംഭവം. ഇങ്ങനെ ടോർച്ച്, ഞാൻ ആദ്യം വിചാരിച്ച് ടോർച്ചാണെന്നാണ് വിചാരിച്ചത്. പിന്നെ അവർ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അവിടെ വെച്ച് തന്നെ കയ്യിൽ കെട്ടിയതുകൊണ്ട് ചേട്ടൻ്റെ കയ്യിൽ അടിച്ച് നോക്കുകയും ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഒരു കമ്മൽ വാങ്ങിച്ചു കേട്ടോ, എൻ്റെ സാരിക്ക് മാച്ചായിട്ടുള്ള. നല്ല തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ, എല്ലാവരും പൊങ്കാലയെ കഴിഞ്ഞ് പോയതുകൊണ്ട് ചെറിയ തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് പൂവും വാങ്ങിച്ച് നേരെ നമ്മൾ അവിടെ നിന്ന് പിന്നെ തിരിച്ചു കേട്ടോ. ഇനി ഒരുവിധം വീടെത്താറായി. അവിടെ എത്തിയപ്പോഴത്തേക്ക് നമ്മൾ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ച്. ഇത് കണ്ട റോഡൊക്കെ ക്ലീൻ ആക്കി കേട്ടോ അവർ. നമ്മൾ വന്ന വഴിയേ നമ്മൾ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ അതുവഴി കറങ്ങിയൊക്കെയാണ് വന്ന, ലൈറ്റൊക്കെ കാണാമല്ലോ എന്നും കരുതി. ഇത് മറ്റേ പുതിയ രാമചന്ദ്രൻ്റെ അങ്ങോട്ട് പോകില്ലേ, അട്ടക്കുളങ്ങര, ആ വഴിയാണ് കേട്ടോ ഇത്. വരണ വഴി കാണുന്ന ലൈറ്റിലെല്ലാം വണ്ടി അവിടെ നിർത്തി വീഡിയോ എടുക്കൊക്കെ വരുന്നു കേട്ടോ ജോലി. പക്ഷേ ഇത് ഭയങ്കര അട്രാക്ഷനുള്ള ലൈറ്റായിരുന്നു. അപ്പോൾ ആ ലൈറ്റിനകത്തോട്ട് കയറിപ്പോയി. ഈ ലൈറ്റ് ആരതായിരിക്കും, കളറ് കണ്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ലൈറ്റിൻ്റെ ഭംഗി കണ്ട് കയറിപ്പോയി അവസാനം ഈ ഒരു ലൈറ്റിൻ്റെ അടുത്തെത്തി കേട്ടോ. അതിൻ്റെ താഴെ ഒരു ഹനുമാനോ അങ്ങാണ്ടുണ്ടേ. ഈ ലൈറ്റിൻ്റെ ഉടമകൾ ഇതാണ് കേട്ടോ, അതാണ് അത്ര കളറ്. പിന്നെ അതും കണ്ട് ഈ ലൈറ്റിൻ്റെ അകത്തൊക്കെ ഞാൻ കയറിപ്പോയി. ഇത് നോക്ക്,
നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ ഫോണിൽ കാണുന്നതിനെക്കാട്ടും അടിപൊളിയായിരുന്നു ലൈറ്റ്. എൻ്റെ കണ്ണിൽ പെട്ട ലൈറ്റല്ല ഞാൻ ഒരുവിധം വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ചിലതൊന്നും ക്ലിയറായിട്ട് കിട്ടിയില്ല, ഭയങ്കര ദൂരെയായിരുന്നു. അപ്പുറത്ത് റോഡ് സൈഡൊക്കെ ആയപ്പോൾ ഫോണിലല്ലേ എടുക്കണം, അപ്പോൾ അത്രയും നല്ല ഇതായിട്ട് കിട്ടില്ല. പിന്നെ സൈഡിലൊക്കെ ഉള്ള ഇതെല്ലാം ലൈറ്റെല്ലാം ഇങ്ങനെ വീഡിയോ എടുത്തെടുത്ത് വീട് വരെ എത്തി കേട്ടോ. അത് ഈ ട്യൂബ് പോലെ കിടക്കുന്ന ലൈറ്റ് നല്ല അടിപൊളിയായിരുന്നു. രാത്രി കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ദൂരെ ഇരുന്ന് കണ്ണിൽ പെട്ടപ്പോഴാണ് ഞാൻ പിന്നെ വീഡിയോ എടുത്തത്. ഇത് അങ്ങ് ആറ്റുകാൽ ക്ഷേത്രത്തിന് അങ്ങോട്ട് പോണ വഴിയാണ് കേട്ടോ. എനിക്ക് ഈ കറക്റ്റ് സ്ഥലമൊന്നും പറഞ്ഞു തരാനൊന്നും അറിഞ്ഞൂടാ. ഈ റൗണ്ട് അടിച്ച് നേരെ അങ്ങോട്ട് പോണതാണ് കേട്ടോ. ആ അപ്പുറത്തെ സൈഡിൽ കൂടെയാണ് ക്ഷേത്രത്തിൽ പോവാൻ. നമുക്കിപ്പുറത്ത് കൂടെ വീട്ടിൽ പോകാനായതുകൊണ്ട് ഈ സൈഡിൽ കൂടെയാണ് കേട്ടോ വീഡിയോ എടുക്കണത്. അപ്പുറത്തെ സൈഡിൽ നല്ല അടിപൊളി ശരിക്കും ലൈറ്റ് വെച്ചിട്ടുണ്ട്. അവിടെയാണ്, ഇതൊരു പാലമാണ് കേട്ടോ. അപ്പുറത്തെ സൈഡിൽ കൂടെയാണ് കോവിലിൽ പോവാനുള്ളത്. ഇതാ ആ കാണുന്ന വലിയ ലൈറ്റ് കാണണില്ലേ ഇങ്ങനെ, അതിൻ്റെ അവിടെ കൂടെയാണ് ഉള്ളിലോട്ട് കോവിലിൽ പോകാൻ. ഇതാ ഒരു വണ്ടി വരണില്ലേ, ഒരു വെള്ള കളറ്, ആ വഴി നേരെ ചെന്ന് കയറേണ്ടത് അമ്പലത്തിലാണ് കേട്ടോ. നല്ല വീതിയുള്ള റോഡാണ്. നമ്മൾ ലൈറ്റ് എടുക്കാൻ വേണ്ടി കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഇനി പോന്നേ. പിന്നെ നമ്മൾ നേരെ കഴിക്കാനാണ് കേട്ടോ കയറിയത്. ഒരുപാട് നാളായി പുറത്തോട്ടൊക്കെ പോയി കഴിച്ചിട്ട്. അപ്പോൾ ഇന്നലെ രാത്രി അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ച് ഹോട്ടൽ സംതൃപ്തിയിലാണ് കേട്ടോ കയറിയത്. ചേട്ടൻ പറഞ്ഞു നല്ല ഫുഡൊക്കെയാണെന്ന് പറഞ്ഞു. കൊള്ളാം, കുഴപ്പമില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് അവിടെ പോണത്. ഞാൻ പുട്ടും ചിക്കനും, ചേട്ടൻ പൊറോട്ടയും ബീഫും ആയിരുന്നു കേട്ടോ ആയുഷ്. അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നേ. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഇടയ്ക്ക് ആരൊക്കെ ശ്രദ്ധിക്കണം എന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ പിന്നെ വീഡിയോ ഓഫാക്കി കേട്ടോ. പക്ഷേ വീഡിയോ സെറ്റ് ചെയ്യാൻ സ്ഥലം കിട്ടിയായിരുന്നു. ഗ്ലാസ്സൊക്കെ വയ്ക്കുന്ന സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതിൽ നല്ല അടിപൊളിയായിട്ട് വെച്ച് കേട്ടോ. വീഡിയോ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ആരൊക്കെ ശ്രദ്ധിക്കണം എന്ന് എനിക്കൊരു തോന്നല്. അപ്പോൾ ഞാൻ പിന്നെ ക്യാമറ ഓഫാക്കി. പിന്നെ എന്നാലും ഒരുവിധം ഫുള്ള് കഴിക്കണ പകുതി വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഫുഡ് കൊള്ളായിരുന്നു കേട്ടോ. കറിയൊക്കെ അടിപൊളിയായിരുന്നു. ഞാൻ ഒരു ചായയൊക്കെ പറഞ്ഞായിരുന്നു. എനിക്ക് വീട്ടിലെ ചായനെക്കാട്ടിലും പുറത്തുനിന്ന് ചായ കുടിക്കണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഈയിടെയായിട്ട് ഞാൻ ഒരു 10 കിലോ എങ്ങനെയോ കുറഞ്ഞു കേട്ടോ. ഷടയെന്ന് പറഞ്ഞ് എങ്ങനെ കുറഞ്ഞെന്നൊരു ഐഡിയ ഇല്ല. ഇപ്പം ഞാൻ 61 ഉള്ളേ. 10-70 അടുപ്പിച്ച് കിടന്ന ഞാനാണ് 69. ഇപ്പം 61 ഉള്ളൂ. ഇടയ്ക്ക് സുഖമില്ലാതൊക്കെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം. അതുകൊണ്ട് അത്രയും വെയിറ്റ് ഒറ്റയടിക്ക് കുറഞ്ഞതുകൊണ്ട് ഞാൻ ഇപ്പം ഫുഡ് അങ്ങനെ കൺട്രോൾ ചെയ്യണില്ല. എനിക്ക് ഒരുപാട് ഞാൻ ക്ഷീണിച്ചു പോയാലേ പിന്നെ മൊത്തത്തിൽ കിടപ്പിലായിപ്പോൾ. അതുകൊണ്ട് ഞാൻ ഫുഡൊക്കെ ഇപ്പോൾ അത്യാവശ്യം കുറച്ച് കഴിക്കുന്നുണ്ട്. എനിക്കൊന്ന് ബോഡി ബെറ്റർ ആയെന്ന് തോന്നുമ്പം ഞാൻ കൺട്രോൾ ചെയ്ത് തുടങ്ങും. ഇപ്പം എന്തായാലും ഞാൻ ഫുഡൊക്കെ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്. പിന്നെ ചായയൊക്കെ കുടിച്ച് മെഡിസിനൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. ചായ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഇന്നലത്തെ ചായ. ഒരുപാട് നാളുകൾക്ക് ശേഷം കുടിക്കണോണ്ടാണെന്ന് അറിഞ്ഞൂടാ, ഞാൻ മാത്രമേ ചായ കുടിക്കുള്ളൂ. ചായ കുടിച്ചിട്ട് വെളിയിറങ്ങിയപ്പോൾ കണ്ടതാണ് കേട്ടോ ഒരു മാവിന് പ്രാന്ത് പിടിച്ച കണക്ക് മാങ്ങ. കണ്ട, ചെറുതായിരുന്നു പക്ഷെ ശരിക്കും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതെല്ലാം കണ്ട് നേരെ വീട്ടിൽ പോന്നു കേട്ടോ. പിന്നെ വീടെത്തിയിട്ട് ആയുഷിൻ്റെ വാച്ചിൻ്റെത് കാണിച്ചു തരാം. ഇതാണ് സംഭവം. കണ്ട, നല്ല രസമുണ്ടായിരുന്നു. പല കാറ് ആയുഷിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആയുഷിന് ഇഷ്ടപ്പെട്ടപ്പോൾ പിന്നെ നമുക്ക് സന്തോഷമായി. കുറേ ഉണ്ട് കേട്ടോ കാറ്, 5-6 ഉണ്ട്. ആയുഷ് ഓരോന്നായിട്ട് കാണിച്ചു തരേണ്ടതാണ്. പിന്നെ ഇത് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് കേട്ടോ, ഇരുട്ടുള്ളതുകൊണ്ട്. പിന്നെ ഇതെല്ലാം കണ്ട് പിന്നെ നമ്മൾ നേരെ വീടിനകത്ത് കയറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ ബൈ, സീ യു. ബർത്ത്ഡേ വീഡിയോ നാളെ വരണുണ്ടേ.